MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. നെയ്യ് നിർബന്ധമില്ല, ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. 2 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഉഴുന്നൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. സവാള ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. നാല് മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്തു വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർക്കാം. ഞാൻ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന വിധത്തിൽ വേണം ചേർക്കാൻ. ഇതിലേക്ക് ഞാനൊരു രമ്പയില കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കയ്യിലില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇത് ചേർത്താൽ ടൊമാറ്റോ റൈസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ബസ്മതി റൈസാണ് ചേർക്കുന്നത്. ഇത് ഞാൻ അരമണിക്കൂർ കുതിർത്തിയതിനു ശേഷം ഊറ്റിയെടുത്തതാണ്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. രണ്ട് വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്റ്റീമൊക്കെ നന്നായി പോയതിനു ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ.
ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. ഒരു പപ്പടവും കുറച്ച് സാലഡും മതി ഇത് കഴിക്കാൻ. ഇനി സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.